ശിവ, നീ കുറച്ചേരം ഇവിടെ ഇരിക്കടാ. അല്ല അപ്പൊ ചെയ്ത് അകത്ത് കയറ്റിയതുകൊണ്ടേ ഇപ്പൊ അങ്ങനെ കഴിയുള്ളൂ. ഞാൻ ടെൻഷൻ അടിച്ചാ ഇവിടെ വന്നിട്ടേ. ഞാൻ ഇവിടെ നിന്നോളാം. കൂളായിട്ടില്ല. ബാംഗ്ലൂർ ആരെങ്കിലും ഉണ്ടോ? വേഗം പോയിട്ട് ഫാർമസി പോയിട്ട് ഈ മരുന്ന് മേടിച്ചിട്ട് വാ. ഞാൻ പോയിട്ട് അവള് പ്രസവിച്ചോളൂ. നീ ടെൻഷൻ അടിക്കണ്ടിരിക്കും. വാങ്ങിക്കാൻ പറയുന്നുണ്ട്. അത് ഉത്തമം പോയി വാങ്ങിച്ചോണ്ട്. അതെ, ഭയങ്കര പ്രസവിച്ചു കേട്ടോ. ഒരു മിനിറ്റ്. ഇതെന്തോന്നു അമ്മ ഇത്? എന്നാലും ഓരെന്തല്ലോ ഒന്നും പറയാതെ പോയത്? അതല്ലേ ഉമ്മ ആവശ്യമില്ലാത്ത ഒരാളെ. നീ ടെൻഷൻ അടിക്കാതെ വന്ന് പറയും. അതെ, ഭയങ്കര പ്രസവിച്ചു കേട്ടോ. പെൺകുട്ടിയാണേ. സമയം 5:10. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല. അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കും. എല്ലാരും സന്തോഷമായിട്ടിരിക്കേ. മീശ രക്ഷപ്പെട്ടു. പെങ്കൊച്ചാന്ന്. അപ്പൊ പെങ്കോച്ച് എടാ ഉത്തുണ്ണെ വിളിച്ച്. ഞാൻ പോയി പറയാല്ലേ. അളിയാ മുങ്ങല്ല ചെലവുണ്ടേ. ഓ ഡിസ്ചാർജ് ചെയ്യാന്നെല്ലാം പറഞ്ഞായിരുന്നു. സെക്ഷനിൽ 2-3 ദിവസം നീ അറിഞ്ഞ സുമേഷ് പറഞ്ഞു ഇപ്പൊ കാണാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഇല്ലടാ, വാർഡിലോട്ട് ഇപ്പൊ മാറ്റും. അത് കഴിഞ്ഞിട്ടേ കാണാൻ പറ്റുള്ളൂ. അതെ, അവക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കാമോ? ഇപ്പൊ കൊടുക്കാൻ പറ്റത്തില്ല. അവള് ഛർദിക്കും. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇപ്പൊ വെള്ളം വല്ലതും കൊടുക്കാം. പിന്നെ കജ്ജിയുള്ളതാണ് നല്ലത്. ഒരു കാര്യം ചെയ്യാം, സുമേഷിനെ ആശയം കൂടെ വീട്ടിലോട്ട് പറഞ്ഞോടാ. എന്നാ പിന്നെ പിള്ളേരെ കൂടെ കൊണ്ടുപോകാൻ പറ. അവരിനി ഇവിടെ വെറുതെ നിൽക്കണ്ടല്ലോ. ഞാനേ മരുന്ന് കൊടുത്തിട്ട് ചെല്ലു. സത്യം പറഞ്ഞ എന്റെ ബോഡിയൊക്കെ ഹെക്റ്റിക് ആയിട്ടോ. നമുക്ക് വാവനെ കണ്ടിട്ട് വന്നാ മതിയായിരുന്നല്ലേ? അയ്യോ, വാവനെ ഇപ്പൊ ഒന്നും അവര് കാണിക്കല. എടാ അപ്പച്ചി വാളിലോട്ട് മാറ്റാൻ ഇത്തി കൂടെ സമയം കഴിയും. എന്നിട്ട് നമ്മ കണ്ടാ പോരെ. ചൂട് 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 തുറക്കടാ. ചമ്പുതാ താക്കോല് കൊടുക്കടാ. താക്കോല് താക്കോലിന്റെ ഇല്ല. നിന്റെ അല്ലേ ഹോസ്പിറ്റലിൽ വേണ്ടി താക്കോല് തന്നത്? ഇല്ല, ചിറ്റപ്പന്റെ ഇല്ലേ? കണ്ടതാണ് താക്കോൽ. ദേ വെറുതെ വിളച്ചിറക്കട്ടോ. എനിക്ക് പെണ്ണിന് കഞ്ഞിയും കൊണ്ട് പോകണല്ലോ. വേഗം തുറന്നേ. എന്റെ പൊന്നെ എടുത്ത് ഞാൻ അവനെ താക്കോൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അയ്യോ അമ്മ എന്റെ തന്നില്ല. ചിറ്റപ്പൻ തരാനായിട്ട് വന്നിട്ട് തിരിച്ചങ്ങ് വാങ്ങിച്ചില്ലേ? എടാ ഞാൻ ഇടുപ്പിന്ന് എടുത്ത് നിന്റെ തന്ന് തിരിച്ച് ഇടുപ്പി. കിട്ടി. എവിടെ ഓർമ്മ കിട്ടി. എവിടാന്ന് പറയടാ. അത് ഭയങ്കര കിടക്കുന്ന ബെഡില്ലേ, അതിന്റെ അടിയിൽ ഒരു പുതപ്പിന്റെ അടിയിൽ ഞാൻ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്. താക്കോൽ ആശുപത്രി വെച്ചിട്ടാണ് എല്ലാരും കൂടെ ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. വിഷമിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട. അതെ, ടെൻഷൻ അടിക്കണ്ട. ആരെ വിളിക്കാൻ പോന്നെ? ഉത്തുണ്ണെ. എന്റെ പൊന്നിയടുത്ത് ചേട്ടനൊന്നും വിളിക്കല്ലേ. താക്കോല് മറന്നു വെച്ചെന്നാണ് ചേട്ടൻ ഇറങ്ങി എന്നെ വെച്ചേക്കൂല. പിന്നെ വീട്ടിനകത്ത് കയറണ്ടടാ. ഒരു വഴിയുണ്ട്. ഡോറ് പൊളിക്കാൻ പോണ. എടാ ഡോറൊന്നും വിളിക്കുന്നില്ല ഒന്ന് പറഞ്ഞു. ഞാൻ അന്നേരെ പറഞ്ഞ ആമിക്കോച്ചിന് പറ ഇവനെ ആ സിന്ധുച്ചിട്ട് വീട്ടിൽ പറഞ്ഞുവിടാ. അതെ, നിങ്ങൾ ഇതിനോട് തീരുമാനം ഉണ്ടാക്ക. തീരുമാനം ഒരു ഐഡിയ ഉണ്ട്. പോടാ, മക്കള് വരണം. മക്കൾ അവിടെ ഇരിക്കും. പോയിട്ട് വരാം. മക്കളോട് ഇരിക്കട്ടാ. വിശക്കുന്നുണ്ടോടാ നിനക്ക്? വിശക്കുന്നുണ്ടോ? അതെന്തായാലും നന്നായി. നമുക്കേ വലിയ മാമനെ ഒന്ന് വിളിച്ചു നോക്കാം. അല്ല ചിറ്റപ്പന്റെ ഐഡിയ എന്തുവാ? ഐഡിയ എന്തുവാന്ന് നീ കണ്ടോ? എന്താ ഐഡിയ? അല്ല ഞാനൊരു കാര്യം ചെയ്യും കേട്ടോ. നമ്മളതിൽ ചാവിയില്ല.
അപ്പൊ അത് ഡോർ തുറക്കാൻ പറ്റൂല. ആ. പിന്നെ എങ്ങനെ നമ്മളെ വീട്ടിനകത്ത് കയറും? ചാവി ഉണ്ട് എത്താ? അതില്ലെന്നല്ലേ പറഞ്ഞത്, ഹോസ്പിറ്റലല്ലേ. ആ എടാ, പക്ഷെ നമ്മള് ചാവി ഇല്ലാതെ ഇതിനകത്ത് കേറും. ചിറ്റപ്പൻ മാജിക് കാണിക്കാൻ പോവേണ? മാജിക് ഒന്നും അല്ല, ബുദ്ധി ബുദ്ധി. ചിറ്റപ്പന്റെ ആ അതുകൊണ്ടാ? എടാ ശംഭു, ഞാൻ നിന്റെ ചിറ്റപ്പനാണ്. നീ ഒരുമാതിരി സംസാരം എന്റെ സംസാരിക്കരുത്. അല്ല ചിറ്റപ്പ സ്വയം നീ മാത്രമേ എനിക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞിട്ടുള്ളൂ. എല്ലാരും എനിക്ക് ബുദ്ധി ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാരാണ് ഈ എല്ലാവരും? എല്ലാരും പറഞ്ഞിട്ടുണ്ട്. എല്ലാരും പറഞ്ഞു ചിറ്റപ്പ സ്വയം ബുദ്ധിമാനെന്ന് പറഞ്ഞോണ്ടിരിക്കാ. തുറക്ക്. നീ നോക്കിക്കോ, ഞാൻ ഈ താക്കോലിനകത്ത് കയറുകയും ചെയ്യും. എന്നിട്ട് ചേട്ടത്തെയും കണ്ണനെ മാത്രം കയറ്റും, നിന്നെ കയറ്റൂല. ഞാൻ വിളിക്കുന്നോളാം. ആ തുറ. ഇനി എങ്ങനെ അത് ഒന്ന് പിടി, ഒന്ന് സഹായിക്കുന്നു. അതും തുറക്കാൻ പറ്റുന്നില്ലല്ലേ? ഒരു കമ്പ എന്തേലും കുത്തിങ്ങട്, നീ ഒന്ന് സഹായിക്കടേ. ഒന്ന് ഇങ്ങെടുത്താ ആരും ഇത് തുറക്കാൻ പറ്റില്ല. ആരാണ് ഇങ്ങനെ അടച്ചു വെച്ചത്? എല്ലാരും പറയും ബുദ്ധിമാനാണ്. ഇതിനകത്തൂടെ പൊത്താത്ത് കയറാൻ പോവാണ്. പൊത്താത്ത് കയറാനെ? പൊത്താത്ത് കയറുന്നൊന്നുമില്ല. പിന്നെ എന്റെ മുണ്ടൊക്കെ നോക്കടാ, എന്താ ചിറ്റപ്പ് എന്തുവാ കാണിക്കുന്നേ? ഞാനൊരു തോട്ടി ഇടും ഏത്? ഇതിനകത്തൂടെ ഒരു തോട്ടി ഇട്ടിട്ട് നൈസായിട്ട് ഇങ്ങനെ വളച്ച് കൊണ്ടുവന്ന് ഈ വാതിലിൽ നിന്ന് കുറ്റിയെടുക്കും. അല്ല, ഈ വാതിൽ തുറക്കണേ അവിടെ ഒരു വളവുണ്ട്. വളവ് എന്നാലേ ഈ വാതിൽ തുറക്കാൻ പറ്റൂ. എനിക്കറിയാം, നീ അത് പറയുന്നറിയാം. ആ വളവുണ്ടെന്ന് എനിക്കും അറിയാം. അപ്പൊ നമ്മൾ എന്ത് അറിയാമോ? ഒരു കർവല്ലേ, ഒരു കർവ്. കർവ്. ഇത് നിനക്ക് സയൻസ് അറിയത്തില്ല ശംഭു. ഇതിന് സയൻസ് എന്തിന്? ഇതിന് സയൻസ് വേണം. വിച്ച് മീൻസ് അറ്റ് ഹോമോസാപ്പിക് തിയറി എന്ന് പറയും. എന്റെ പഠനകാലത്തുള്ള തിയറിയാണ്. അതായത് നമ്മൾ ഈ കോലിട്ടില്ലേ, നമ്മുടെ ഈ തോട്ടി ഇട്ടില്ലേ, തോട്ടി ഇടുമ്പോ ഇങ്ങനെ ഒരു ബെൻഡല്ലേ വരുന്നേ. അപ്പൊ നമ്മൾ അവിടെ ഒരു ബെൻഡ് അകത്തിട്ട് പൈപ്പ് വളക്കുന്ന ബെൻഡ് ഉണ്ടല്ലോ, അത് അതിനകത്തോട് കയറ്റിട്ട് ഇങ്ങനെ വളച്ചു കൊടുക്കും. അപ്പൊ ഈ കർവ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരും, ഇങ്ങനെ വന്നിട്ട് കുറ്റിട്ട്. ദിസ് മീൻസ് ഹോമോസാപ്പിക് തിയറി. മനസ്സിലായില്ലേ? നിനക്ക് മനസ്സിലായില്ലേ? നീ ഒരു കാര്യം ചെയ്യും, നീ കടയിൽ പോയി ഒരു 2 PVC പൈപ്പും ഒരു ബെൻഡറും മേടിച്ചോണ്ട് പോ. കടയിൽ പോയി ഞാൻ PVC പൈപ്പും ഇത് വാങ്ങിച്ചോണ്ട് വരണം. എന്നെ പിന്നെ ആ സമയം ഉണ്ടെങ്കിൽ പോയി ഹോസ്പിറ്റലിൽ താക്കോൽ എടുത്തോണ്ട് വന്നൂടെ? ആ സമയം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി താക്കോൽ എടുത്തോണ്ട് വന്നൂടെ? വേറെ സംഭവം നോക്കട്ടെ. എവിടെ പോണ്? കുറ്റി സുമേഷ് എടുക്കും. അല്ല ഗ്ലാസ് അല്ലേ? ഗ്ലാസ് ആണെന്ന് തോന്നുന്നു. ഇതിന് നീളമില്ല, അതാ പ്രശ്നം. എനിക്കും തോന്നുന്നു നീളമില്ലല്ലേ? നീളമില്ല. പിന്നെ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്ന വെച്ചാല് എന്റെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം ഉണ്ട്, അതറിയാലോ. മാസ്റ്റർ പീസ് ഐറ്റം അല്ല, ഓട് വിളിച്ചകത്ത് കയറാനായിരിക്കും. ഇടാ, അത് തന്നെ നിനക്ക് എങ്ങനെ അറിയാതെ? ചിറ്റപ്പോ ഓട് വിളിച്ചകത്ത് കയറാൻ പോണോ? ചിറ്റപ്പോ ഞാൻ ചുമ്മാ പറഞ്ഞേ. പോ ചെല്ല്, എണ്ണെടുത്തുണ്ടോ പോ, ഞാനും വരാം. നില്ലേ ഓട് വിളിച്ച് അത് ചെയ്യണ്ടേത്. വേഗം കേറ്. എടാ ഒരു 5 മിനിറ്റ് സമയം തന്നെ ഒന്ന്. 5 മിനിറ്റ് മതിയാ? എടാ ഈ ഓട് പൊളിച്ച് അകത്ത് ഇറങ്ങുന്നൊക്കെ പറഞ്ഞാൽ ഒരു കലയാണ്. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, കൂടുതൽ ലൈവ് അടിക്കാൻ നിൽക്കണ്ട. അല്ല അതൊക്കെ എനിക്കറിയാം. ചിറ്റപ്പോ ഈ കാര്യത്തിലൊക്കെ എക്സ്പേർട്ട് ആണ്. എന്തോ ഉദ്ദേശിച്ച നീ പറഞ്ഞ എക്സ്പേർട്ടാണ്. ചിറ്റപ്പോ ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ലേ. കേറ്, വീട്ടിനകത്ത് കയറണ്ടേ? കേറ്. അവൻ പിടി ഏണി പിടിച്ച്. ഒന്നുകൂടെ പിടി. ഒന്നുകൂടെ പിടിച്ച്. മുറുക്കെ പിടി. പിടിച്ച്. അവിടെ അല്ലടാ, ഈ സൈഡിൽ വന്ന് പിടിയടാ. അപ്പൊ അവിടെ പോകൂലേ? അപ്പൊ അവിടെ പോകും. അപ്പൊ ആ സൈഡിൽ പിടി. അന്നേരം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. വേഗം കേറ്. വെളുത്തി പിടിയടാ. വെളുത്തി പിടിക്കാം, വീഴൂല. 2 സൈഡിലൂടെ വെളുത്തി പിടി. എടാ ഈ ഓടിളക്കി കഴിഞ്ഞാൽ അകത്തിറങ്ങാൻ പറ്റും. ഈ ഓട് ഇതിപ്പോ സൺറൂഫ് ആണ്. ഈ ഓടിളക്കി കഴിഞ്ഞാൽ ഇതിലെ കൂടെ പൊത്ത് താഴെ വീഴും. ആ മേളത്തെ ഓട് കണ്ട? അവിടെ കയറണം. നീ എന്നെ പഠിപ്പിനെ എത്ര ഓട് പൊളി? ആ ഓട് പൊളിക്കണമെങ്കിൽ പക്ഷെ ഒരു എണ്ണിയും കൂടെ വേണ്ടേ? ഇതിന്റെ മണ്ടേ ഒരു എണ്ണിയും കൂടെ. അങ്ങനെ അത് പൊളിക്കാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ പൊക്കത്ത് കിടക്കൂല്ലേ? എന്തെങ്കിലും ആവട്ടെ, ചിറ്റപ്പൻ കേറ്. നീ ടൈറ്റ് ചെയ്ത് പിടിച്ചോ. പിടിച്ച്. പിടിച്ചല്ലോ. പയ്യ പയ്യ വീഴരുത്. നിങ്ങള് പ്രസവിച്ചെടുത്തു.
പെങ്ങളെ അതെ. That's right. Okay. എടുത്തോ എടുത്തോ അയ്യോ മതിയാവോ ഇതാ ഇതും കൂടി എടുത്തോ പെങ്ങള് പ്രസവിച്ചു ആ. എന്താണ് ഒരേ ഹാപ്പിയാണല്ലേ? നിന്റെ ഭാര്യ പ്രസവിച്ചടാ. ലഡു തരണോ? ലഡു തരണോ? എനിക്കുണ്ടാ? പിന്നെ എടുത്തോ ഇല്ല. തീർന്നടാ. നിനക്ക് ലഡു അല്ല സദ്യ അല്ല ഞാൻ വെച്ചത്. പിന്നെ അല്ല എന്ത് ഇവിടെ ഇരിക്കണെന്ത്? ഡോക്ടർ ഒന്ന് കാണാൻ പറഞ്ഞു. ആണോ? ഓ അത് വേണം. പോരോ? ആ ഇപ്പൊ ആ ശിവൻ, പൈങ്കിളിയുടെ കാര്യത്തിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കണ്ടീഷൻ സ്റ്റേബിൾ ആണ്. പിന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ചെറിയൊരു കുഴപ്പമുണ്ട്. എന്താണ് ഡോക്ടർ? കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നില്ല, ECGയിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം നോക്കുമ്പോൾ ലങ്സിൽ കുറച്ച് ഫ്ലൂയിഡും കണ്ടിട്ടുണ്ട്. അപ്പം തൽക്കാലം ഇപ്പോൾ നമ്മൾ NICയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. കാണാൻ പറ്റില്ല ഡോക്ടർ. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം NICയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഓക്കെ. എന്തൊന്നൊക്കെ പരീക്ഷണം സാരമില്ല. ലഡു ലഡു ഓള് പ്രസവിച്ചത്. എടുക്ക് സിസ്റ്ററെ. ഓക്കെ തെളിയൂ ഇത്. പിന്നെ തികയും. ഇത് മതി. എല്ലി പിന്നെ വാങ്ങിപ്പിക്കാൻ നോക്കി. ആ ദേ അവിടെ ഒരാൾ വരും. അതെ മോള് പ്രസവിച്ചത്. ശരി ലഡു അവിടെയൊക്കെ എല്ലാവരും കൊടുത്തു. നീ എടുക്കുന്നോടാ? ഇത് ലഡു തകയില്ല കേട്ടോ, വേറെ വാങ്ങിക്കേണ്ടി വരും അല്ലേ? വാങ്ങിക്കാം. ആ അങ്ങനെ എന്താടാ നിങ്ങളുടെ മുഖം വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല, കിളിയപ്പോ കൊണ്ടുവന്നു ഞാൻ പറ്റി. അവളെ കുറച്ച് കഴിയുമ്പോ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. കുതിര കൊണ്ടുവരൂ. എടീ കുഞ്ഞിനെന്തിനാ അവരിതുവരെ കാണിക്കാതെ? അവളെ കൊണ്ടിരുന്ന കൂട്ടത്തിൽ കുഞ്ഞിനെയും കൊണ്ടുവരുന്നേ. ആണോ? ആ അങ്ങനെ എടാ അവളുടെ ആഗ്രഹം പോലെ നീ തന്നെ കുഞ്ഞിനെ വാങ്ങിക്കണം കേട്ടോ. ആ എന്നിട്ട് നീ തന്നെ അവളെ കൊണ്ട് കാണിക്കണം. ഓക്കെ ഹാപ്പിയാ പോടാ. അതെ. ഒരുമാതിരിക്കുന്നത് കുഞ്ഞിനെ ഇപ്പൊ കാണിക്കൂല. അവര് NICയിലോട്ട് മാറ്റി. അതെന്തേ? 2-3 കുറച്ച് ദിവസം കഴിയും. എന്തായാലും കിളിയെടുത്ത് സാവധാനം പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് കാണാൻ പറ്റില്ല ഉടനെ ഒന്നും. അല്ല കുറച്ച് ദിവസം കഴി വെച്ചാ. ഹലോ ആ സാറേ 2 ദിവസത്തെ ലീവ് കൂടെ വേണം സാർ. ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പം എത്താം സാർ. ആ ആയിക്കോട്ടെ. എന്തുവാടാ? അല്ല ക്ലിനിക്കിലോട്ട് പോകണം, ഒരു ആവശ്യമുണ്ട്. എടാ ഞാൻ ഇപ്പോൾ പറയാം കേട്ടാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? നീ വാ വാ. ആ വന്നോ? എനിക്ക് കാണാം. ശബ്ബു, എത്ര നേരമായിട്ട് ഇവിടെ ഇരിക്കാന്നറിയോ? കുഞ്ഞിനെ കാണിച്ചു തന്നേ. ഇതുവരെ ആരെയും കാണിച്ചിട്ടില്ല. ആണോ? NICയിലോട്ട് മാറ്റിയിരിക്കുകയല്ലേ. ആ കിളിയോ? കിളിയെ ഞാൻ പറഞ്ഞവരെ വാർഡിലോട്ട് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് ക്ലിനിക്ക് വരെ ഒന്ന് പോകണം. ഈ ലീവ് പറഞ്ഞല്ലേ? ഇല്ല ഇപ്പം ഒരു പശുവിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഡെലിവറിക്ക് വേണ്ടിയിട്ട്. ഞാൻ ചെന്നാലേ പറ്റുള്ളൂ. ഞാൻ വേഗം അരിയുടെ എന്തെങ്കിലും കഴിച്ചിട്ട് പോട്ടോ. ഒന്നും വേണ്ട ഒന്നും വേണ്ട. ഇതിന്റെ മണ്ടയിലേ ആ ഓട് മാത്രമല്ല വേറൊരു കമത്തോടുണ്ട്. എന്തോടെ ഇത്? ഓട് നമ്മുടെ വീട്ടിന്റെ മണ്ടകത്തെ പൊട്ടിച്ചാ അത്? ചവിട്ടി പൊട്ടിച്ച് അകത്തറ. വല്ല ആവശ്യം ഉണ്ടായിരുന്നു? വല്ല
അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അല്ല നമുക്കൊന്നും അറിഞ്ഞൂടാ, നമ്മള് പോണോ? വിളിച്ചു. ഞാൻ വിളിക്കാം. പൈങ്കിളി, പൈങ്കോ, മോളെ ഇവള് നേരത്തെ ഉണർന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അനസ്തീസിയുടെ ഇഫക്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കും. മോളെ പെങ്കുസേ, മക്കളെ അവൾക്ക് നല്ല വേദനയുണ്ടെന്ന് തോന്നുന്നു. മോളെ എന്തുപറ്റി? കുഞ്ഞു അപ്പുറത്തുണ്ട് വെളിയില്. നാത്ത് കൊണ്ടുപോയിരിക്കുകയാണോ? ഒന്ന് വിളിക്കോ, എനിക്കൊന്ന് കാണണം. എന്താ? അത് ചേച്ചിയുടെ അടുത്തല്ല, മോള് നേഴ്സ് കൊണ്ടുപോയി. നേഴ്സ് കൊണ്ടുപോയെന്നോ? എടി നിനക്കേ ഞാൻ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ടാ? ജ്യൂസ് ഒക്കെ കിട്ടും ക്യാൻറ്റീനില്. ക്യാൻറ്റീനിൽ നിന്നും മേടിക്കണ്ടെന്നേ, ആശ പോയിട്ടില്ല വീട്ടിൽ. എനിക്കൊന്നും കഴിക്കാൻ വേണ്ട. നഴ്സിനോട് പറയേ എനിക്ക് കാണണമെന്ന്. ഇപ്പൊ കൊണ്ടുവരും മോളെ. ഒന്ന് പറ അമ്മ, ഞാൻ എൻ്റെ കൊച്ചിനെ ഒന്ന് കണ്ടിട്ടില്ല. എടി നീ ഒന്ന് സമാധാനപ്പെടി, ഞാൻ പറയാം. എനിക്ക് ഒട്ടും വയ്യ, ഒന്ന് കാണിച്ചു തരാൻ പറയുമോ? കാണിച്ചു തരും. അവര് മോക്ക് വെയിറ്റ് കുറവെന്ന് പറഞ്ഞാൽ അവര് കൊണ്ടുവരിക്കണം. അപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞു. ഐസിയിലാണോ? ഐസിയിലല്ല, അവര് മറ്റേ വാർഡിൽ വെക്കുമല്ലോ, അങ്ങനെ. കുഴപ്പമൊന്നുമില്ലേ? കുഴപ്പമൊന്നുമില്ല മോളെ. നീ ധൈര്യമായിട്ടിരിക്കും, ഡോക്ടർ പ്രത്യേകം പറഞ്ഞു ഒരു കാര്യത്തിലും പേടിക്കേണ്ട കാര്യമില്ലെന്ന്. വെയിറ്റ് കുറവായിട്ടും ഇവിടെ എല്ലാ റൂമിലും എല്ലാവരും പറഞ്ഞിടത്ത് വെക്കാത്തതായിരിക്കും. എന്നാലും ഒന്ന് കാണിക്കൂലേ? കാണിക്കും, നിന്നെ കാണിക്കാതിരിക്കില്ലല്ലോ, കാണിക്കും അവര്. നീ ഇപ്പൊ റെസ്റ്റ് ചെയ്യേ കേട്ടോ. അല്ല, വെയിറ്റ് കുറവാണെങ്കിൽ തന്നെ എൻ്റെ കുഞ്ഞിനെ എന്നെ കാണിക്കുന്നതിന് അവർക്ക് എന്താ കുഴപ്പം? നിന്നെ കാണിക്കുന്ന കുഴപ്പമുണ്ടെന്നല്ല, അത് ഇല്ല, ഇതിലെന്തോ ഉണ്ട് ശിവയുടെ. സത്യം പറ നിങ്ങളോട്, എൻ്റെ കുഞ്ഞിന് എന്താ പറ്റിയ? വെയിറ്റ് കുറവൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വരണ റൂമിൽ വെക്കണം. നിന്നെ കാണാൻ എല്ലാവരും വരുമെന്ന് ചോദിച്ച് മാറ്റി വെച്ച്. വെയിറ്റ് കുറവ്, നിങ്ങൾ വരുന്നത് തമ്മിൽ എന്താ ബന്ധം? പിന്നെ നിങ്ങൾ ഇറങ്ങിപ്പോ, കൊച്ചിനെ കൊണ്ടുവരാൻ പറ. പറഞ്ഞിട്ടുണ്ട്, അവര് കൊണ്ടുപോയി. എനിക്ക് എന്റെ കൊച്ചിനെ കാണണം. മക്കളെ നീ ടെൻഷൻ ആവാതെ, ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞില്ലേ? കുഞ്ഞിനെ കാണിച്ചു തരാൻ കാണിച്ചു തരാം പിങ്കി, കാണിച്ചു തരാം. നിങ്ങൾ എല്ലാം കള്ളം പറയുകയാണ്, എനിക്ക് മുഖത്തൊന്നും അറിയാൻ പറ്റുന്നുണ്ട്. മോളെ സ്റ്റിച്ച് ഒക്കെ ഉള്ളതാ, നീ ഒന്ന് അടങ്ങി കിടന്നേ. ഞാൻ പ്രസവിക്കുന്നതിന് മുമ്പേ പറഞ്ഞ എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്കറിയായിരുന്നു. എടി ഒരു കുഴപ്പമില്ല കിളി, നീ എന്നെ ആരെങ്കിലും ഒന്ന് വിശ്വസിക്കുന്നീ? വേണ്ട, ഡോക്ടറിനെ വിളി. ഡോക്ടർ പറയുമ്പോ ഞാൻ വിശ്വസിക്കില്ല. ഡോക്ടറിനെ വിളിയില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞ് എനിക്ക് എന്റെ കുഞ്ഞിനെ പിങ്കി കരയില്ലേ, നീ എന്റെ കുഞ്ഞിനെ കാണിക്കാം അമ്മ. വെയിറ്റ് കുറഞ്ഞത് തന്നെ ഒന്നും അല്ല അമ്മ പ്രശ്നം. എന്തോ പ്രശ്നമുണ്ട്, എന്റെ മനസ്സ് പറയുന്നു. നിങ്ങൾ എല്ലാരും കള്ളം പറയും, എനിക്കറിയാം എന്റെ കുഞ്ഞ് എവിടെ. പിങ്കി പിങ്കി നീ ഒന്ന് റിലാക്സ് ചെയ്തേ, എനിക്ക് റെസ്റ്റ് ചെയ്തേ. മക്കളെ നീ കിടക്ക്, ഞാൻ പോയി എടുത്തോണ്ടിരാ കേട്ടാ. ഇവിടെ കിടന്നു. എന്റെ കുഞ്ഞ് അമ്മ. ശിവേട്ടാ, നീ ഒന്ന് ഉറങ്ങിക്കേ പിങ്കി. എന്തൊക്കെ പറഞ്ഞിട്ടും അവളെ ആ മൂടിയിൽ നിന്ന് മാറ്റാൻ പറ്റുന്നില്ലല്ലോ അമ്മ. എന്ന് പറഞ്ഞാ എന്തായാലും അവളെ അറിയിച്ചല്ലേ പറ്റൂ. ഇപ്പൊ അറിയിക്കണ്ടെന്നല്ലേ ഇവരൊക്കെ പറഞ്ഞത്. എന്ത് വേണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് ഒരു സമാധാനം കിട്ടണില്ല. നീ എന്തിന്റെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നീ സമാധാനപ്പെട്ടിരിക്കേ. അവളെ സമാധാനപ്പെടുത്താവളെ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്ന പിന്നെ എങ്ങനെ? ഓരോന്നോരോന്നിട്ട് തീർന്നില്ലല്ലോ അമ്മ. നീ കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട, അതൊക്കെ എല്ലാം ശരിയാവും. ചുമ്മാരിയോടെ. അതാണ് ചേച്ചി പറഞ്ഞത്. എത്ര നേരം ആശയ പോയിട്ട് ഇത് എത്ര താമസിച്ചത്? സുമേഷ് കീ എടുക്കാതല്ലേ എന്റെ കൂടെ വന്നത്. പിന്നെ എങ്ങനെ വീട് തുറക്കാനാ? തുറക്കാൻ പറ്റിയില്ല. പിന്നെ ഉത്തോണം വന്നിട്ട് തുറന്നകത്ത് കയറി. എന്നിട്ട് അവനോട് ഉത്തുണ്ടോ? ഓ, ഒന്നും പറയണ്ട. ഒരു പശുവിനെ അങ്ങോട്ട് പ്രസവം എടുക്കാൻ പോയിരിക്കുകയായിരുന്നു. എന്നിട്ടെന്താ, ആ പശുക്കിടാവാണെങ്കിൽ ചത്തുപോയി. അവൻ എന്തെങ്കിലും ചെറിയൊരു കാര്യം മതി, അതും പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കാൻ. ആ, അപ്പൊ അതും പറഞ്ഞോടെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. നീ വേഗം കജ്ജി കൊണ്ട് കൊടുക്കാൻ നോക്ക്. ഡേയ്, നീ ഇങ്ങനെ മൂഡ് ഓഫ് ആയി നിൽക്കാതെ ഇപ്പൊ ഒരു ചായ പിടിച്ചിട്ട് ബാ. എന്താണ് ഒരു ആലോചന? എന്താ? ഞാനേ ആ പശുവിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഏത് പശു? കിടാവ് മരിച്ചുപോയില്ലേ? ആ,
അത് കഴിഞ്ഞ കാര്യമല്ല, ഇത് ഇപ്പോഴും ഓർത്തോണ്ടിരിക്കുകയാണോ? ഇതൊരു വല്ലായിക. എന്ത് വല്ലായിക? ഈ പൈങ്കിളിക്ക് ഇതുവരെ കൊച്ചിനെ കാണാൻ പറ്റില്ലല്ലോ. എനിക്ക് ഭയങ്കര ടെൻഷൻ. എന്താ പറയാ? എന്റെ ഉത്തണ്ട, അത് വേറെ ഏതോ വീട്ടിൽ നടന്ന കാര്യല്ലേ. അതും ഇതുമായിട്ട് എന്തിനാ ഇങ്ങനെ കണക്ട് ചെയ്ത് ആലോചിക്കുന്നത്? എനിക്കറിയാം നിങ്ങൾ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോ കുഴപ്പമൊന്നുമില്ല. ഉണ്ടാവില്ല അല്ലേ? എന്ത് കുഴപ്പം? ഇത് ലോകത്ത് നടക്കാത്തതാണോ? എത്രയോ പിള്ളേർക്ക് അങ്ങനെ വരുന്നു. അല്ലെങ്കിൽ ഹോസ്പിറ്റലല്ലേ? ഇതുവരെ കാണാൻ പറ്റിയില്ല. ഹോസ്പിറ്റലിൽ നിന്നാ നിങ്ങൾ പറഞ്ഞു എന്നെ കൂടെ പേടിപ്പിച്ചു. ആ ശിവ ആണോ? ആ സത്യാണോ? ശരി ശരി ശരി. ആ ഞാൻ പറയാം, ഉത്തരനോട് പറയാം. ശരി, ഇന്ന് കൊച്ചിനെ കാണിക്കാന്ന് പറഞ്ഞു. ആ വെറുതെ ഇരുന്നങ്ങ് ടെൻഷൻ അടിക്കുക. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് വല്ലാണ്ട് ടെൻഷനായി പോയി. എവിടെ പോ? ഞാൻ ഇപ്പൊ വരാം. ഞാൻ ഹോസ്പിറ്റലിൽ പോകണം, ഡ്രസ് മാറിയിട്ട് പോ. ഞാൻ ഒന്ന് കണ്ടിട്ട് വരാം. അതാ വരുന്നു. വർത്താനം പറയണോ നിങ്ങക്ക്? എവിടെ പോണം? ഓടി പോണം. ചൂടക്കണോ? കണ്ണൻ ചേട്ടൻ എവിടെ? സ്വത്തിന് എവിടെ? അവിടെ സ്വത്ത് എവിടെ? അമ്മയുടെ പൊന്നെവിടെ? അമ്മയുടെ പൊന്നെവിടെ? പോട്ടെ കരയണ്ട. ഓ അമ്മയുടെ സ്വത്ത് എവിടെ? കരയണ്ട. പോട്ടെ.